ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2020 സെപ്റ്റംബറിന് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂസ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 2020 സെപ്റ്റംബർ PYക്കുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ്. സെയിം ക്വസ്റ്റ്യൻസ് മീൻസ് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കമ്മിറ്റി ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഡബ്ലിംഗ് ഫാമർ ബൈ 2022. ഇതിലേത് കമ്മിറ്റിയാണ് ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകം ബൈ 2022 വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കമ്മിറ്റി ആയിട്ട് വരുന്നുണ്ടാവാം? സോ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? അശോക് മേത്ത കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റി ഉണ്ട്, രാജീവ് കുമാർ കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അശോക് ദാൽവൈ കമ്മിറ്റി ഉണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം? സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 2016 എന്ത് ചെയ്യുന്നത്, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. മെയിനായിട്ട് എന്ത് ചെയ്യാം, ഒരു റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു റോഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ഫോമിൽ എന്ത് ചെയ്യുക, നിങ്ങളോട് ഇങ്ങനെയും ചോദിക്കുക, DFI എന്നുള്ള പേരിലും ചോദിക്കുക. DFI എന്ന് പറയുന്നത് എന്താണ്, ഡബ്ലിംഗ് ഫാമേഴ്സ് ഇൻകം എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു റോഡ് മാപ്പ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് 2016 എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാണ്. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, റീസൺ ആൻഡ് അസേഷൻ നോക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടാണോ പറയുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് വൺ കറക്റ്റ് ആണോ, സെക്കൻഡ് വൺ ഇൻകറക്റ്റ് ആണോ, ഫസ്റ്റ് വൺ ഇൻകറക്റ്റ് ആണോ, സെക്കൻഡ് വൺ കറക്റ്റ് ആണോ, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ നോക്കുന്നത്. ഇനി രണ്ടും ഇൻകറക്റ്റ് ആണോ, ഇതാണ് നമ്മൾ ബേസിക്കലി ഇതിൽ നോക്കേണ്ടത്. അല്ലാതെ റീസൺ ആൻഡ് അസേഷൻ പോലെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് എന്നാൽ മറ്റേത് ഇതിൻ്റെ റീസൺ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഗ്രോത്ത് ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചർ ഈസ് കൺസിഡർ ആസ് ദ എസെൻഷ്യൽ പ്രീ റിക്വസൈറ്റ് ഫോർ ദ സ്റ്റെപ്പിൻ ഓഫ് ദ GDP ഗ്രോത്ത്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണല്ലേ, നമുക്ക് ഒന്നും എഗൻസ്റ്റ് ആയിട്ട് പറയാമല്ലേ. എന്താണ് ഗ്രോത്ത് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി എന്തിലേക്ക് നയിക്കുന്നുണ്ട്, നമ്മുടെ GDP ഗ്രോത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കൂടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ത് ചെയ്യാണ് കൂടുതൽ ഡെവലപ്ഡ് ആവണമെങ്കിൽ, GDP ഗ്രോ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ്, നമ്മുടെ ഗ്രോത്ത് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള റോഡ്, അതുപോലെ തന്നെ വാട്ടർ, ഡാം, അതുപോലെ തന്നെ നമ്മൾ എന്തും നോക്കാം. ഇപ്പോൾ റോഡാണെങ്കിൽ നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഏതൊക്കെ രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, മെട്രോ പോലുള്ള ഫെസിലിറ്റീസ് വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ എന്തിനെ ഡെവലപ്പ് ആക്കുന്നുണ്ട്, ഒരു രാജ്യത്തിനെ ഡെവലപ്പാക്കി മാറ്റുന്നുണ്ടല്ലേ, അതിൻ്റെ GDPനെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ, ഇറ്റ് ഈസ് വൈറ്റലി ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇത് എന്തിന് കാരണമാവണം, ഇന്ത്യയിലെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കാരണമാവും അല്ലേ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവുന്നു, അതുവഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ GDP ഗ്രോ ചെയ്യുന്നുണ്ടല്ലേ. ഈ GDP ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നുണ്ടല്ലേ. ഈ ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ എന്തിലേക്ക് നയിക്കുന്നു, നമ്മുടെ GDP ഗ്രോ ചെയ്യുന്നതിൽ. ദാറ്റ് മീൻസ് നമ്മുടെ രാജ്യം, നമ്മുടെ നേഷൻ ഡെവലപ്പ് ആവുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താണ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില പാറ്റേൺ, അതായത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന സമയത്ത് പല ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്ഷൻ A ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, B ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്, ആൻഡ് C ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തായിരിക്കും, ഇൻകറക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനിലും ഓപ്ഷൻ A ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അതായത് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടാവുക ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാ ക്വസ്റ്റ്യനിലും അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷന് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും വായിക്കും, എന്താണ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താണ്, A തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് ഏത് ഓപ്ഷനിലാണ്, C എന്ന് പറയുന്ന ഓപ്ഷനിലാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, അത് മാറിപ്പോവരുത്. ഇങ്ങനൊരു മിസ്റ്റേക്ക് സംഭവിക്കും. കോമൺലി എനിക്ക് വരെ സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, ഇതിനെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, C എന്ന് പറയുന്ന ഓപ്ഷനാണ്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക A എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്, C ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. Then, given below are the two statements. One is labeled as assertion A and the other is labeled as
റീസൺ ബി. അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, അസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്താണ് നമ്മളുടെ ആർ ബി ഐ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ആർ ബി ഐ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൈ പവേർഡ് മണി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ അതർ ഫോം ഓഫ് ദി മണി ദാറ്റ് ഇമ്പാക്ട് ദ മണി സപ്ലൈ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ഹൈ പവേർഡ് മണി? ഹൈ പവേർഡ് മണിനെ നമുക്ക് എന്ത് പറയാം? ബേസ് മണി എന്ന് പറയാം. ബേസ് മണി എന്ന് പറയാം. ബേസ് മണി എന്ന് പറയാം. ഹൈ പവേർഡ് മണിനെ നമുക്ക് എന്ത് പറയാം? ബേസ് മണി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിസർവ് മണി എന്ന് പറയാം. റിസർവ് മണി എന്ന് പറയാം. എന്താണ് ഹൈ പവേർഡ് മണി? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് ഒന്നില്ല, കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് കറൻസി ഇൻ സർക്കുലേഷൻ അല്ലെങ്കിൽ കറൻസി ഇൻ പബ്ലിക് പ്ലസ് എന്താണ്? ദ ടോട്ടൽ റിസർവ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ടോട്ടൽ റിസർവ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് ആർ ബി ഐ. അതായത് ആർ ബി ഐൻ്റെ കയ്യിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് വെക്കുന്ന ടോട്ടൽ റിസർവും അതുപോലെ തന്നെ കറൻസി ഇൻ സർക്കുലേഷൻ അല്ലെങ്കിൽ കറൻസി ഇൻ പബ്ലിക്കിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുക? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എത്ര കറൻസി നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹൈ പവേർഡ് മണിയും മണി സപ്ലൈയും രണ്ടും രണ്ടാണ്. അതായത് ഇപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു 100 കോടി രൂപ എന്ത് ചെയ്യാണ് ആർ ബി ഐ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിന്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് എന്ത് പറയുന്നത്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. എന്നാൽ ഈ 100 കോടി തന്നെ എന്താവണം? മണി സപ്ലൈ ആവണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഈ ഒരു ഹൈ പവേർഡ് മണിനെയും അതുപോലെ തന്നെ മണി സപ്ലൈനെയും തമ്മിൽ എന്ത് ചെയ്യാണ്? വേർതിരിക്കുന്ന ഫാക്ടറാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ദി ലെൻഡിൽ ലോൺസ്, അല്ലേ? ഈ ലെൻഡിൽ ലോൺസിലുള്ള എമൗണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് കണ്ടെത്തുന്ന എവിടെ നിന്നാണ്? സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? ഒരിക്കലും അല്ല. എന്ത് ചെയ്യാണ്? പബ്ലിക് എത്രത്തോളം ഡെപ്പോസിറ്റ് ഇടുന്നുണ്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്? ലെൻഡിൽ ലോൺസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ പബ്ലിക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 1 lakh rupees എന്ത് ചെയ്യുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നുണ്ടെന്ന് വിചാരിക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? അത് ഡെപ്പോസിറ്റ് ആയിട്ട് എപ്പോഴാണ് അവർ വിഡ്രോ ചെയ്യാൻ വരുന്നത് അതുവരെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? ആ 1 lakh rupees അവിടെ വെച്ചിട്ട് കാത്തിരിക്കും? ഒരിക്കലില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു CRR എമൗണ്ട് എന്ത് ചെയ്യും? റിസർവ് ആക്കി വെക്കും. CRR എമൗണ്ട് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ടും ആർ ബി ഐൻ്റെ കയ്യിൽ വെക്കേണ്ട റിസർവ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? CRR എന്ന് പറയുന്നത്, അല്ലേ? SLR എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ ഓവൺ ഹാൻഡിൽ വെക്കുന്ന റിസർവ് മണിനെയാണ് നമ്മൾ SLR എന്ന് പറയുക. അപ്പോൾ CRR എന്ത് ചെയ്യാണ്? ഒരു 10% ആണെന്ന് വിചാരിക്കുക. 10% ആണെങ്കിൽ എന്ത് ചെയ്യും? 10% ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു 10,000 rupees എന്ത് ചെയ്യും? ആർ ബി ഐ അല്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? സ്വന്തം കയ്യിൽ റിസർവ് ആക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? ബാക്കി എന്ത് ചെയ്യും? ഒരു 9,000 rupees എന്ത് ചെയ്യും? ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കും. അപ്പോൾ എ എന്ന് പറയുന്ന ബാങ്കിൻ്റെ സിറ്റുവേഷൻ ആണിത്. എ എന്ന് പറയുന്ന ബാങ്കിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 1 lakh rupees എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്നൊരു റിസർവ് മണി വെച്ചതിന് ശേഷം CRR 10% വെച്ചതിന് ശേഷം 90,000 എന്ത് ചെയ്യാണ്? ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്ന പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്? ലോൺ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യണം? അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഈ ഒരു മണി എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അതായത് എച്ച് എന്ന് പറയുന്ന പേഴ്സൺ ആണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്? ലോൺ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഈ ഒരു എ എന്ന് പറയുന്ന ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യും? ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യും? അയാൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ബാങ്ക് എ എന്ന് പറയുന്ന ബാങ്ക് എന്താ ചെയ്യുന്നുണ്ടാവാം? ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ആളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്ന പേഴ്സൺ ആക്ച്വലി എന്ത് ചെയ്യണം? സെഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണ് കടം കൊടുക്കാനാണ് ഈ ഒരു പൈസ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. സെഡ് എന്ന് പറയുന്ന പേഴ്സണ് കടം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ടെപ്പോഴോ വാങ്ങിയിട്ടുള്ള ഒരു കടം ഉണ്ട്. അത് കടം തിരിച്ച് വീടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോൺ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എച്ച് എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യും? അയാൾക്ക് കിട്ടിയിട്ടുള്ള, അയാൾ ലോണായിട്ട് വാങ്ങിയിട്ടുള്ള 90,000 rupees എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചെയ്യും? അയാൾ സെഡ് എന്ന് പറയുന്ന പേഴ്സൻ്റെ ബാങ്കിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. സെഡ് എന്ന് പറയുന്ന പേഴ്സൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? സെഡ് എന്ന് പറയുന്ന പേഴ്സൻ്റെ ബി എന്ന് പറയുന്ന ബാങ്കിലേക്ക് എന്ത് ചെയ്യും? ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ബി എന്ന് പറയുന്ന പേഴ്സണിൽ എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന ബാങ്കിന് എന്ത് ചെയ്യാണ്? ആ ഒരു 90,000 rupees കിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബാങ്കിന് എന്ത് ചെയ്യാം? ഈ ഒരു
ഈ ഒരു എമൗണ്ട് ആരും എടുക്കുന്നില്ല, സെഡ് എന്ന് പറയുന്ന പേഴ്സൺ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യാം, ഈ സെഡിൻ്റെ ഈ ഒരു ഡെപ്പോസിറ്റ് അയാൾ ആക്ച്വലി ഡെപ്പോസിറ്റ് ചെയ്ത മാതിരിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സെഡ് എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യും, ആ ഒരു 90,000 റുപ്പീസ് എന്ത് ചെയ്യാണ്, ആ ഒരു ബി എന്ന് പറയുന്ന ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, ഫുള്ളി 90,000 റുപ്പീസ് എന്ത് ചെയ്യും, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കും. ഒരിക്കലില്ല, അവിടെ നിന്ന് എന്ത് ചെയ്യും 10% എന്ത് ചെയ്യും, അവിടെ നിന്ന് എന്ത് ചെയ്യും 10% എന്ത് ചെയ്യും CRR വെച്ചതിന് ശേഷം ബാക്കി എന്ത് ചെയ്യും ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ 1 lakh റുപ്പീസിൽ നിന്നും ഈച്ച് സ്റ്റേജ് ഓരോ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ CRR കീപ്പ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്, മണീൻ്റെ ക്രിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, മൊത്തം മണി ക്രിയേഷൻ എത്രത്തോളം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബി എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ് വൈ എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യാണ് വീണ്ടും എക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, വീണ്ടും എക്സ് ആവണമെന്നില്ല, വീണ്ടും എന്ത് ചെയ്യാണ് ബി എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന പേഴ്സണെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വീണ്ടും എന്ത് ചെയ്യും, ആ ഒരു 90,000 10% CRR വെച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് അവിടെ എത്തുകയും അതിൻ്റെ 10% കീപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഫൈനലി നമ്മൾ ആദ്യം നമുക്കുണ്ടായിട്ടുള്ളത് 1 lakh റുപ്പീസ് ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, അത് 90,000 റുപ്പീസായി. 90,000 റുപ്പീസിൽ നിന്ന് വീണ്ടും CRR കീപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു 10% കീപ്പ് ചെയ്ത സമയത്ത് ബാക്കിയുള്ള ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെയും എന്ത് ചെയ്യാം എമൗണ്ട് വരും. അങ്ങനെ ഓരോ ഈച്ച് സ്റ്റേജിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ക്രെഡിറ്റുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 1 lakh റുപ്പീസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് എന്ത് സംഭവിക്കും, ക്രെഡിറ്റ് ക്രിയേഷൻ സംഭവിക്കും. ദാറ്റ് മീൻസ് മണി സപ്ലൈ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ 1 lakh ആയിരുന്നു ഇനീഷ്യൽ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്, അതിൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ട് എന്ത് സംഭവിക്കാം, നമ്മുടെ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബേസ് മണിയും അതുപോലെ തന്നെ മണി സപ്ലൈയും തമ്മിൽ എന്താവുന്നത്, ഡിഫറൻ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഒരിക്കലും ഹൈ പവേർഡ് മണി, അതായത് നമ്മൾ എത്രയാണോ പണം അടിച്ചിറക്കുന്നത് അത് തന്നെ ആവണമെന്നില്ല നമ്മുടെ മണി സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ക്രെഡിറ്റ് ക്രിയേറ്റഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് ആരുടെ അണ്ടറിൽ വരുന്നതാണ്, RBIൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് RBIൻ്റെ അണ്ടറിൽ വരുന്നത്. ദാറ്റ് മീൻസ് പൈസ പ്രിന്റ് ചെയ്യുന്നത് ആരാണ്, RBI ആണ് അല്ലേ. എന്നാൽ എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്ന ആരുടെ കയ്യിൽ വരുന്നതാണ്, കൊമേഴ്ഷ്യൽ ബാങ്കിന് അണ്ടറിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഈ ഒരു RBIയുടെ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് എന്താണ് മണി സപ്ലൈ ആണ്. അതായത് ഹൈ പവേർഡ് മണി ഇല്ലാതെ ഒരിക്കലും ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കില്ല. കാരണം എന്താണ്, ഒരു വീടിന് തറയില്ലാതെ ഒരിക്കലും വീടുണ്ടാവില്ല എന്ന് പറയുന്ന പോലെയാണ്. അതായത് ബേസിക് ആയിട്ടൊരു മണി വേണം, എന്നിട്ട് വേണം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ, ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്, ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ബേസ് മണിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന്, ബേസ് മണി എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന് റിസർവ് മണി എന്നുള്ള വിളിക്കാല്ലേ. അപ്പോൾ ഹൈ പവേർഡ് മണി ഇല്ലാതെ ഒരിക്കലും ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കില്ല. അപ്പോൾ എന്താണ്, ഹൈ പവേർഡ് മണി വരുന്നത് RBIയുടെ അണ്ടറിലാണ്. ഹൈ പവേർഡ് മണി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കറൻസി ഇൻ സർക്കുലേഷനും അതുപോലെ തന്നെ റിസർവ്സ് ബൈ ദി കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് ദ എന്താണ് RBI ആണ് എന്ന് പറയുന്നത് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. സോ ഹൈ പവേർഡ് മണി വരുന്നത് RBIൻ്റെ അണ്ടറിലാണ്. ഈ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി വരുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അണ്ടറിലാണ്. ബോത്ത് ഹൈ പവേർഡ് മണിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ ഓഫ് കപ്പാസിറ്റിയും ചേർന്നാണ് ആക്ച്വലി എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, നമ്മുടെ ഡിറ്റർമിൻ ചെയ്യുന്നത് മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്തത്. മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നത് മണി സപ്ലൈ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അണ്ടർ ദ RBI ആണെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോൺ ആണ് കേട്ടോ. ലോൺ ക്രിയേറ്റഡ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ഫംഗ്ഷനിങ് നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈ പവേർഡ് മണിയിൽ നിന്ന് മണി സപ്ലൈനെ എന്ത് ചെയ്യുന്നത്, ഡിഫറൻ്റ് ആക്കി മാറ്റുന്നത്. ദാറ്റ് മീൻസ് നമുക്കറിയാം, നമ്മളൊരു 100 crores ആണ് എന്ത് ചെയ്യുന്നത്, പൈസ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. 100 crores ആണ് നമ്മുടെ ഹൈ പവേർഡ് മണി വരുന്നതെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യാം, ചിലപ്പോൾ 4 times 5 times ആയിരിക്കാം നമ്മുടെ സപ്ലൈ ഓഫ് മണി വരുന്നത്. കാരണം എന്താണ്, ആ ഒരു സപ്ലൈ ഓഫ് മണി അങ്ങനെ മൾട്ടിപ്ലയർ എഫക്റ്റിൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്റ് ക്രിയേറ്റഡ് കപ്പാസിറ്റി ഓഫ് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ആ ഒരു പവർ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയൊക്കെ രണ്ടും ഫംഗ്ഷനിങ് എന്താണ്, 2 പേരാണ് എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. രണ്ടും ടുഗെദർ ആയിട്ട് വരുന്ന സമയത്താണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ മണി സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ബോത്ത് A and R are the correct, but the R is not the correct explanation of A എന്ന് പറയാം. ബോത്ത് എയും ആറും എന്താണ്, കറക്റ്റ് ആണ്, ബട്ട് എന്താണ് R എന്തല്ല, നമ്മുടെ എന്തിൻ്റെ, എൻ്റെ എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ,
ഓക്കെ, ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ 14th ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് സിസ്റ്റം ഓഫ് ദി ടാക്സേഷൻ ഫ്രം ദി ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദാറ്റ് വിച്ച് ഹാസ് ദ ബെസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് ബാഡ് ഇക്കണോമിക് എഫക്റ്റ്. അതായത് ഒരു ടാക്സ് സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം, അത് എന്ത് ചെയ്യണം, അതിൻ്റെ ബെസ്റ്റ് ആൻഡ് ലീസ്റ്റ് ബാഡ് എഫക്റ്റ് ആയിരിക്കണം എക്കണോമിയിൽ എഫക്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? മസ്ഗ്രേവ് ആണോ, മാർഷൽ ആണോ, ആൻഡ് ഹ്യൂഗ് ഡാൾട്ടൺ ആണോ, ആൻഡ് പിക്കു ആണോ? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദ ഹ്യൂഗ് ഡാൾട്ടൺ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ദ 15th ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ദി ഇന്റർനാഷണൽ ട്രേഡ് വി ആർ യൂസ് ദ ടൂൾസ് ഓഫ്. ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ടൂൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോ ഇക്കണോമിക് ടൂൾസ് മാത്രമാണോ ഉപയോഗിക്കുന്നത്? മാക്രോ ഇക്കണോമിക് ടൂൾസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്? മൈക്രോ ഇക്കണോമിക്സും അല്ല മാക്രോ ഇക്കണോമിക്സ് ടൂൾസും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിയറീസും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതല്ലാതെ ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക് തിയറി ബട്ട് വി ഓൾ എക്സ്റ്റെൻഡ് ആൻഡ് അഡാപ്റ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ദം. എന്താണ് ഇവിടെ നമുക്കറിയാം, മൈക്രോ ഇക്കണോമിക്സ് ടൂൾസ് ആണെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഡിറ്റർമിനേഷൻ അല്ലേ, നമ്മൾ എന്ത് ചെയ്യാണ്, ഗുഡ്സ് ആൻഡ് സർവീസസിന് നമ്മളുള്ള പ്രൈസ് എന്ത് ചെയ്യും, ഇന്റർനാഷണലി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവില്ല. അതെന്താണ് ആക്ച്വലി ഒരു മൈക്രോ തിയറി ബേസ് ചെയ്തിട്ടുള്ള, മൈക്രോ ഇക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള ടൂൾസ് ആണല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ, ഒളിഗോപോളി, അതുപോലെ തന്നെ എന്തുണ്ട്, ഒളിഗോപോളി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, മൊണോപോളി, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ. ഈ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അത് ആക്ച്വലി എന്താണ്, മൈക്രോ ഇക്കണോമിക് തിയറി ആണല്ലേ. കാരണം മൈക്രോ ഇക്കണോമിക്സിലാണ് നമ്മൾ പ്രൈസിന് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ പഠിക്കുന്നല്ലേ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ പഠിക്കുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, അത് മൈക്രോ ഇക്കണോമിക്സ് തിയറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മാക്രോ ഇക്കണോമിക്സിൻ്റെ തിയറിയിൽ വരുന്ന സമയത്ത് ഇന്റർനാഷണൽ ട്രേഡിൽ ഏതൊക്കെ വരും? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വരും അല്ലേ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വരും. അതുപോലെ തന്നെ എന്ത് വരും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ എന്ത് വരും, എക്സ്ചേഞ്ച് റേറ്റ് വരും അല്ലേ, എക്സ്ചേഞ്ച് റേറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻ്റർനാഷണലി വരുന്ന ഇൻഫ്ലേഷനിലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിലും വരുന്ന ഫ്ലക്ച്വേഷൻസ് എന്തിൽ വരും, നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിൽ വരും. അതുപോലെ തന്നെ ഗ്ലോബലി നടക്കുന്ന ഇക്കണോമിക് ആയിട്ടുള്ള ക്രൈസിസ്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇക്കണോമിക്സ് ആസ് എ വൂളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബലി നടക്കുന്ന ഇക്കണോമിക് ക്രൈസിസ് ഒക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, എന്തിനെ എഫക്റ്റ് ചെയ്യും, ഇന്റർനാഷണൽ ട്രേഡിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെന്ത് വരും, മാക്രോ എക്കണോമിക്സിൻ്റെ അണ്ടറിൽ വരും. ഇനി നെയ്തർ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, രണ്ടും എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് വേർഷൻ അല്ലേ, എന്താണ്, ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ് തിയറി ബട്ട് വി ഓൾ എക്സ്റ്റെൻഡ് ദ അഡാപ്റ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ദം. എന്താണ് പറയുന്നത്, രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോയും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാക്രോയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, അതിന് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റ് വരുന്നുണ്ട്. അത് ഏത് കേസിലാണ് നമുക്കറിയാം, നമ്മുടെ മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ അല്ലേ, മണ്ടൽ ഫ്ലെമിംഗ് മോഡലിൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഓപ്പൺ എക്കോണമി മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെക്ഷർ ഓയിലി മോഡൽ അല്ലേ, ഹെക്ഷർ ഓയിലി മോഡൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസിങ് പവർ പാരിറ്റി തിയറി, അതുപോലെ തന്നെ PPP അല്ലേ, PPP ഗുസ്താവ് ഗ്യാസൽ അല്ലേ, ഗുസ്താവ് ഗ്യാസലാന്ന് തോന്നുന്നു, യെസ്, PPP തിയറി. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇൻറ്റഗ്രേറ്റഡ് വേർഷൻ ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ആണ് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, എന്ന് പറയുന്നത് എന്താണ്, ഇൻകറക്റ്റ് ആണ്. ഒരിക്കലും എന്താണ്, മൈക്രോ ഇക്കണോമിക് തിയറി മാത്രമല്ല നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്രോ ഇക്കണോമിക് തിയറി മാത്രമല്ല നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൈക്രോയും അനലൈസ് ചെയ്യുന്നില്ല, മാക്രോയും അനലൈസ് ചെയ്യില്ല, അതും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക് തിയറി ബട്ട് വി ഓൾ എക്സ്റ്റെൻഡ് ആൻഡ് അഡാപ്റ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ദം. നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ടുഗദർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Then 16th question, what type of the relationship exists between the two variable if all the point of the scatter diagram appear to the fall of the straight line going to the upward from left to right. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി എന്താണ് സ്കാറ്റർ ഡയഗ്രാം. നമ്മൾ കോറിലേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റർ ഡയഗ്രാം കാണുന്നുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കാറ്റർ ഡയഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിൾസിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രസൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇവിടെ എഡ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് ഡയഗ്രാം വരയ്ക്കുമ്പോഴും എഡ്സും വൈയും നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അല്ലാതെ എഡ്സും വൈയും ഇല്ലാതെ എന്തുണ്ടാവില്ല, ഒരു ഡയഗ്രാം ഉണ്ടാവില്ല, ഒറിജിനും ഇല്ലാതെ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഡ്സും വൈയും മാർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ പല വീഡിയോസിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. ശരിക്കും നമ്മളിത് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്യാതെ ഒരിക്കലും എക്സും വൈ ഇല്ലാതെ ഒരു ഗ്രാഫ് ഉണ്ടാവും, ഒരിക്കലില്ല. ഇനി എന്ത് ചെയ്യാണ് നമ്മൾ, അതായത് ഒരു 5 ഗ്രാഫ് നമുക്ക് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 എണ്ണമായില്ലേ, ഇനി 3
കഴിഞ്ഞ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? യൂസ്ഫുൾ ആവുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വാല്യുബിൾ കമൻ്റ് അല്ലേ എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഗോട്ട്. ഇനി കണ്ണീരൊന്നും വേണ്ട. ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദെൻ എന്താണ് 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 യെസ്. ദെൻ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, പോസിറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി എന്തെയാണ്? ഇനി 2 ഗ്രാഫും കൂടെ നമുക്ക് വേണം. 2 graphs ആർ ദർ. നെറ്റ് എക്സാം എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ? അത്ര വലിയ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമൊന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, PYQs മാക്സിമം ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യാട്ടോ. നോട്ട് എ കർവ്, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ദെൻ ദ ഫൈനൽ ഗ്രാഫ് ഈസ് final graph is 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 ഒരു ബോളാണ് നമുക്ക് വേണ്ടത്. ഫൈനൽ ഗ്രാഫ്സ് നമുക്കൊരു ബോളാണ് വേണ്ടത്. ബോളാവുമെന്നറിയില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം. ഒരു ബോളാണ് നമുക്ക് ഫൈനൽ ഗ്രാഫ്സിൽ വേണ്ടത്. ഓക്കെ, ഫൈൻ. എന്താണ് സ്കാറ്റർ ഡയഗ്രാം? നമുക്ക് കോറിലേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു ഡയഗ്രമാണ് സ്കാറ്റർ ഡയഗ്രാം. ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്ന ഒന്നുള്ളൂ, നമ്മൾ വിഷ്വലി എന്ത് ചെയ്യാണ്, 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കാം എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ്ലി കേർവ്ഡ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യുന്ന ഒരു കേർവ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റോടും എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റേർഡ് ആയിട്ട് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, അത് നെഗറ്റീവ്ലി കേർവിനോട് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ചബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഒരു സ്കാറ്റർ ഡയഗ്രത്തെ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് കോറിലേഷൻ കേർവ് എന്ന് പറയാം. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ദെൻ ഇതെന്താണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. പോസിറ്റീവ് സ്ലോപ്പ് ആകുമ്പോൾ കേർവ്ഡ് ആണ് നിൽക്കുന്നത്. അതിൻ്റെ എന്താ പറയുക, പോസിറ്റീവ് സ്ലോപ്പിൻ്റെ ആ ഒരു കേർവിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, സ്കാറ്റേർഡ് ആയിട്ട് എന്ത് നിൽക്കുന്നുണ്ട്, 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് എന്ത് ചെയ്യാം, കോറിലേഷൻ കേർവ് എന്ന് പറയാം. പോസിറ്റീവ് കോറിലേഷൻ കേർവ് എന്ന് പറയാം. ഇനി എന്ത് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. പെർഫെക്റ്റ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇറ്റ്സ് അപ്വേർഡ് ടു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഗോയിങ് ടു ദി അപ്വേർഡ് ഫ്രം ദി ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇതെന്താണ്, പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതിനെ പെർഫെക്റ്റ് എന്താണ്, പോസിറ്റീവ് കോറിലേഷൻ. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആവുന്നത്, ഇത് പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ്. കാരണം എന്താണ്, 2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്രയും പെർഫെക്റ്റ് എന്താണ്, പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതിനാണ് നമ്മളെന്ത് പറയുന്നത്, പെർഫെക്റ്റ് എന്താണ്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. മറ്റെന്താണ്, കേർവ് വൈസ് ആയിരുന്ന പോസിറ്റീവ് തന്നെയാണ് റിലേഷൻഷിപ്പ്, ബട്ട് എന്താണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് അല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, 4ാമത്തെ ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇത് എന്താണ്, പെർഫെക്റ്റ് നെഗറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, അപ്പോൾ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണല്ലേ. ദെൻ ഏറ്റവും ഫൈനലായിട്ട് വരുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നോ കോറിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാറ്റർ ഡയഗ്രത്തിലെ എല്ലാ വേരിയബിൾസിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ചിതറിക്കെടുക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, നോ കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ കേർവ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ എന്ത് ചെയ്യുക, അത് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അതോ ഡൗൺവേർഡ് ഫ്രം എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേർവ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് അപ്വേർഡ് ടു, അതായത് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കുന്നുണ്ടാവുക. അതിൻ്റെ എന്ത് ചെയ്യാണ്, ഡയറക്ഷൻ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അപ്വേർഡ് ഫ്രം ദി ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. അപ്വേർഡ് ഫ്രം എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഇതാണ് ഇതിൻ്റെ അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, മുകളിലേക്ക് പോകാനല്ലേ, ലെഫ്റ്റിൽ നിന്നും മുകളിലേക്ക് പോകാണ് ചെയ്യുന്നത്. സോ ഇതെന്താണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി എന്താണ്, അത് നെഗറ്റീവ്, അത് അപ്വേർഡ് അല്ലാതെ എന്താണ്, അത് ഡൗൺവേർഡ് ആണെന്ന് വിചാരിക്കുക, അതെന്തായിരിക്കും, നമ്മുടെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബി ഈസ് ദി കറക്റ്റ് ആൻസർ. യെസ്.
ആൻഡ് 70th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ഫോം ഓഫ് ദി ഗവൺമെൻറ് ബോറോയിങ്? ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഡ്രോയിങ് ഫ്രം ദ ട്രഷറി കറക്റ്റാണ്. പ്രിൻറ്റിംഗ് ഓഫ് ദി കറൻസി കറക്റ്റാണ്. ബോറിംഗ് ഫ്രം ദ നോൺ ബാങ്ക് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റാണ്. ബോറിംഗ് ഫ്രം ദ ബാങ്ക് സിസ്റ്റം അതും എന്താണ്? കറക്റ്റാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ABCD ആണ് കേട്ടോ. ABCD ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അക്കോർഡിംഗ് ടു ദ ലാസ്റ്റ് സെൻസസ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ മിനിമം സെക്സ് റേഷ്യോ? സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 1000 മെയിലിന് എത്ര ഫീമെയിൽ വരുന്നു? ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 1000 മെയിലിന് എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫീമെയിൽ വരുന്നു. ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ആവറേജ് സെക്സ് റേഷ്യോ ആയിട്ട് എന്ത് ചെയ്യുന്നത്? 2011 പറയുന്നത് എത്രയാണ്? 940 എന്ന് പറയുന്നത്. 940 ഫീമെയിൽ ടു എത്രയാണ്? 1000 മെയിൽസ് ആണ്. 942 ഫീമെയിൽസ് ടു എത്രയാണ്? 1000 എന്താണ്? 1000 എന്താണ്? മെയിൽസ് ആണ് കേട്ടോ. 1000 മെയിലാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് സെക്സ് റേഷ്യോ വരുന്നിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹരിയാന ആണ്. ഇതിൻ്റെ സെക്സ് റേഷ്യോ വരുന്നത് 844 ആണ്. 844 എന്താണ്? ഫീമെയിൽ ടു 844 ഫീമെയിൽ ടു എത്രയാണ്? 1000 മെയിലാണ്. 1000 മെയിലാണ് എന്ത് പറയുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 844 ഫീമെയിൽ ടു എന്താണ്? 1000 മെയിലാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടിയ സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാണ്? ഒരു സംശയമില്ല, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത്. ഏകദേശം 1000 മെയിലിന് എത്ര ഫീമെയിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും. 1000 മെയിലിന് എത്ര ഫീമെയിൽസ് വരുന്നുണ്ട് ചോദിച്ചാൽ എത്രയാണ്? 1000 മെയിലിന് ഏകദേശം 1084 ഫീമെയിൽസ് വരുന്നുണ്ട്. 1084 എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കുറവ് എവിടെയാണ്? ഹരിയാന ആണ്. എത്രയാണ്? 844 ഫീമെയിൽസ് ഫോർ ദ 1000 മെയിൽസ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈസ് D. ഓക്കെ, ദ 90th ക്വസ്റ്റ്യൻ, the given below are the two statements. One is labeled as assertion A and the other is labeled as reason R. സോ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നോക്കണം. ദെൻ എന്താണ്? റീസൺ അസേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ മാർഷൽ ലേണർ കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽ ദ സക്സസ് ഓഫ് ദി ഡിവാലുവേഷൻ. എന്താണ് മാർഷൽ ലേണർ കണ്ടീഷൻ? എന്താണ് പറയുന്നത്? ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് ദ എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? ഡിവാലുവേഷൻ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നാണ് മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? മാർഷൽ ലേണർ തിയറി എന്ന് പറയുന്നത്. ഈ മാർഷൽ ലേണർ തിയറിയിൽ എന്താണ് പറയുന്നത്? ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് when the sum of the absolute value of the price elasticity of the export and import is greater than 1. അതായത് ഡിവാലുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ദ അബ്സല്യൂട്ട് സം ഓഫ് ദി എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആവണം. ലെസ് ദാൻ 1 ആവുകയാണെങ്കിലോ? ലെസ് ദാൻ 1 ആണെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യും? ഡെഫിസിറ്റിലേക്ക് നയിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി ഇൻക്രീസ് ഇൻ ദ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലേ. ദാറ്റ് വിൽ ബി ഇൻക്രീസ് ഇൻ ദ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആണല്ലേ. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ദ സർപ്ലസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആണ്. ദെൻ എന്ത് ചെയ്യാണ്? ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിവാലുവേഷൻ ഹാവ് നോ എഫക്റ്റ് ഓൺ ദി എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ 3 കണ്ടീഷൻസാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഡിവാലുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവാലുവേഷൻ കൊടുക്കുന്നുണ്ട്. ദ ഡിവാലുവേഷൻ മേക്ക് ദ എക്സ്പോർട്ട് കോസ്റ്റ്ലി ആൻഡ് ദ ഇമ്പോർട്ട് ചീപ്പർ. ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് പറയുന്നത്? ഡിവാലുവേഷൻ എക്സ്പോർട്ട് എന്ത് ചെയ്യും? കോസ്റ്റ്ലി ആക്കുകയും ഇമ്പോർട്ടിനെ ചീപ്പർ ആക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താ പറയുന്നത്? ഡിവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കറൻസിൻ്റെ വാല്യൂ പണ്ട് നമ്മൾ എന്ത് ചെയ്തു? $1 എത്ര കൊടുത്താൽ മതി? $1 നമ്മൾ എന്ത് ചെയ്താൽ മതി? പണ്ടൊരു 60 റുപ്പീസാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഡിവാലുവേഷൻ പ്രകാരം എന്തായിരിക്കും? ഇപ്പം എന്ത് ചെയ്യണം? നമ്മുടെ $1 എത്ര കൊടുക്കണം? $1 നമ്മൾ എത്ര കൊടുക്കണം? 70 റുപ്പീസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഡിവാലുവേഷൻ എന്തിലേക്ക് നയിക്കുന്നു? നമ്മുടെ കറൻസിനെ എന്ത് ചെയ്യുന്നു? ഡിവാലുവേഷൻ എന്തിലേക്ക് നയിക്കുന്നു? നമ്മുടെ കറൻസി എന്താവുന്നു?
എന്ത് ചെയ്യുന്നു, നമ്മുടെ കറൻസി എന്ത് ചെയ്യുന്നു, ഡിവാലുവേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഡോളർ എന്ത് ചെയ്യും, റീവാലുവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. ഡിവാലുവേഷൻ ഉണ്ട്, റീവാലുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ഉണ്ട്, അപ്രിസിയേഷൻ ഉണ്ട്. ഡിപ്രിസിയേഷൻ അപ്രിസിയേഷൻ എന്താണ് പറയുന്നത്, നമുക്കറിയാം സപ്ലൈ ഓഫ് കറൻസിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ സപ്ലൈ ഓഫ് കറൻസിയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിമാൻഡ് ഫോർ കറൻസിയും തമ്മിൽ എന്ത് ചെയ്യാണ്, അവരുടെ ഡിമാൻഡും സപ്ലൈ ഓഫ് കറൻസിയും കൂടെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കറൻസിൻ്റെ വാല്യൂ അപ്രിസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കറൻസിൻ്റെ വാല്യൂ അപ്രിസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കറൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, അപ്രിസിയേഷൻ എന്ന് പറയാം. എന്നാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി കറൻസിൻ്റെ ഇൻഫ്ലുവൻസ് പ്രകാരം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, നമ്മുടെ കറൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഡിപ്രിസിയേഷൻ എന്ന് പറയാം അല്ലേ. ഡിവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെലിബറേറ്റ് ആക്ഷൻ ആണ് അല്ലേ. അതായത് എന്താണ്, ഗവൺമെൻറ്റോ അല്ലെങ്കിൽ RBO സെൻട്രൽ ഗവൺമെൻറ് ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഗവൺമെൻറ് അല്ല സെൻട്രൽ ബാങ്ക് ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കറൻസിൻ്റെ വാല്യൂ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, കുറയ്ക്കുന്നതിനാണ് നമ്മൾ ഡിവാലുവേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അത് മനഃപൂർവ്വം കൂട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, റീവാലുവേഷൻ എന്ന് പറയാം. അപ്പോൾ ഡിവാലുവേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്യും, മോർ എന്ത് ചെയ്യും, ചീപ്പറായിട്ട് മാറാണ് ചെയ്യുക, ഒരിക്കലും എന്ത് ചെയ്യില്ല, കോസ്റ്റ്ലി ആവില്ല. കാരണം എന്താണ്, ഡിവാലുവേഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ മണി എന്ത് ചെയ്യാണ് വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ഫോറിൻ കൺട്രിയിലുള്ളവർക്ക് ഒരു 20 റുപ്പീസിനാണ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി നമ്മുടെ കൺട്രിയിൽ നിന്ന് വാങ്ങാൻ പറ്റിയിട്ടുള്ളെങ്കിൽ ഇപ്പം ആ ഒരു എക്സ് എന്ന് പറയുന്ന ഗുഡ് വാങ്ങാൻ പറ്റുന്നത് എത്ര റുപ്പീസിനാണ്, 10 റുപ്പീസിനാണ്. അപ്പോൾ ഡിവാലുവേഷൻ വിൽ ബി ലീഡ്സ് ടു ദ എക്സ്പോർട്ട് എന്ത് ചെയ്യും, കോസ്റ്റ്ലി എല്ലാം മറിച്ച് എന്തായിരിക്കും, എക്സ്പോർട്ട് എന്തായിരിക്കും, ചീപ്പറായിരിക്കും മാറ്റുന്നുണ്ടാവുക കേട്ടോ. എക്സ്പോർട്ട് എന്തായിരിക്കും, ചീപ്പറായിരിക്കും. ദെൻ ഇമ്പോർട്ട് എന്തായിരിക്കും, എക്സ്പെൻസീവായിട്ട് മാറ്റുകയും ചെയ്യും. ഇമ്പോർട്ട് എന്ത് ചെയ്യും, കോസ്റ്റ്ലി ആക്കി മാറ്റുകയും ചെയ്യും. പണ്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഫോറിൻ നിന്ന് ഒരു സോപ്പ് ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, എച്ച് എന്ന് പറയുന്ന ഒരു സോപ്പ് എന്ത് ചെയ്യണം, നമുക്ക് വാങ്ങണമെങ്കിൽ എത്ര കൊടുത്താൽ മതി, ഒരു $1 കൊടുത്താൽ മതി എന്നുള്ളെങ്കിലാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവാലുവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് $2 കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് വിൽ ബി എന്താവും, കോസ്റ്റ്ലി ആവും, അതായത് എക്സ്പെൻസീവ് ആവും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നോക്കണം, പിന്നീടാണ് അത് റീസൺ ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് കണ്ടുല്ലേ, റീസൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ, എൻ്റെ കേഴ്സർ എവിടെ, യെസ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ദ എ ഇസ് കറക്റ്റ് ആൻഡ് ദി ആർ ഇസ് നോട്ട് കറക്റ്റ്. സോ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, ദെൻ 20th ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി റിഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ദി മെയിൽ പേഴ്സൺ. പോപ്പുലേഷൻ ഡെൻസിറ്റി റിഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ദി മെയിൽ പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണോ, നമ്പർ ഓഫ് ദി പേഴ്സൺ പെർ ക്യൂബിക് കിലോമീറ്റർ ആണോ, അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ആണോ, ദ നമ്പർ ഓഫ് പേഴ്സൺ പെർ 10 കിലോമീറ്റർ ആണോ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സി ആണ്, നമ്പർ ഓഫ് പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സി ആണ്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം ഓരോ ഡേയ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾസും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട. പിന്നെ കുറച്ച് ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാ അതിനെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.